നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഭയപ്പെട്ടത് തന്നെ സംഭവിക്കുമെന്നതിൻ്റെ ആദ്യ സൂചനകൾ വന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് നമുക്കറിയാം, പശ്ചിമേഷ്യ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇറാൻ നിരവധി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലാദ്യത്തെ തന്ത്രം ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. അമേരിക്കയുടെ പട്ടാള ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങൾ വളരെയധികം സമ്മർദ്ദം യുദ്ധം നിർത്താനായി അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുമെന്നും അങ്ങനെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറുമെന്നുമാണ് ഇറാൻ കണക്ക് കൂട്ടിയത്. പക്ഷേ ആ സമ്മർദ്ദം വിലപ്പോയില്ല. രണ്ടാമത്തെ കാര്യം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നതായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ലോകമെമ്പാടുമുള്ള എണ്ണ വരവിൻ്റെ 20-25% തടസ്സപ്പെടും. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. എണ്ണ നീക്കം ഇല്ലാതെ വരുമ്പോൾ രാജ്യത്തിനകത്ത് വലിയ ഊർജ പ്രതിസന്ധിയും വിലക്കയറ്റവും ജനങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ ദുഷ്കരമാവുകയും ചെയ്യും. ഇതെല്ലാം അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്ന് ഇറാൻ കണക്ക് കൂട്ടി. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാശങ്ക ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഹോർമൂസ് കടലിടുക്ക് എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട കടൽപാത മാത്രമല്ല, ഇൻ്റർനെറ്റ് കേബിളുകളുടെ, സബ്മറൈൻ കേബിളുകളുടെ കേന്ദ്രം കൂടിയാണ്. ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നീ വൻകരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ സബ്മറൈൻ കേബിളുകൾ ഈ ഹോർമൂസ് കടലിടുക്കിലുണ്ട്. യുദ്ധത്തിൻ്റെ ഭാഗമായി അമേരിക്കയെ പിന്തിരിപ്പിക്കുക എന്ന സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഇറാൻ ഈ കേബിളുകൾക്ക്, സബ്മറൈൻ കേബിളുകൾക്ക്, തന്ത്രപ്രധാനമായ സബ്മറൈൻ കേബിളുകൾക്ക് ഭംഗം വരുത്തിയാൽ അല്ലെങ്കിൽ നാശം വരുത്തിയാൽ തീർച്ചയായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇങ്ങനെ ഒരു ആശങ്ക, ഇങ്ങനെ ഒരു ഭയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക ഇപ്പോൾ ശരിയാകുന്നു എന്ന തോന്നലുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ആദ്യമായി ഇറാൻ്റെ സൈന്യം IRGC അങ്ങനെ ഒരു സൂചന നൽകിയിരിക്കുകയാണ്. IRGC ഈ കേബിളുകൾക്ക് മനഃപൂർവ്വമോ അല്ലാതെയോ, ബോധപൂർവമായോ അല്ലാതെയോ കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് ഇറാൻ ടെലിവിഷനുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് ഈ കേബിളുകൾക്ക് നാശം വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ അമേരിക്ക ഞങ്ങളുടെ മേൽ ഈ ഉപരോധം തുടർന്നാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ കനത്ത ആക്രമണം തുടർന്നാൽ ഞങ്ങൾ ഈ കേബിളുകളെ ആക്രമിക്കും. അല്ല എങ്കിൽ ഹോർമൂസ് കടലിടുക്കിൽ നിരവധി മൈനുകളാണ് പാകിയിട്ടുള്ളത്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടാനായി മൈനുകൾ പാകിയിരിക്കുന്നു. മാത്രമല്ല IRGCയും അതുപോലെ തന്നെ അമേരിക്കൻ പടയും അവിടെ മുഖാമുഖം നിൽക്കുന്നു. ആ ആക്രമണം, അവിടെയുണ്ടാകുന്ന സംഘർഷം ഒരുപക്ഷെ ഈ കേബിളുകളെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ കേബിളുകൾക്ക് നാശം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നാശം വന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് IRGC ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെയാണ് ഇത് വലിയ രീതിയിൽ ബാധിക്കുക. കാരണം ഏറ്റവും അധികം ഡേറ്റ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ക്ലൗഡ് സേവനങ്ങളെയും ഡിജിറ്റൽ പണമിടപാടുകളെയും IT അനുബന്ധ മേഖലകളെയും എല്ലാം ഇത് വളരെ ദോഷകരമായി ബാധിക്കും. മാത്രമല്ല വലിയ രീതിയിലുള്ള സങ്കീർണമായ പല പ്രശ്നങ്ങളിലേക്കും ഇത് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് വളരെയധികം ദോഷകരമാകും. ഇൻ്റർനെറ്റ് വേഗത കുറയുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇന്ത്യക്ക് ഇത് നൽകുന്നത് ചെറുതല്ലാത്ത ഒരു ആഘാതമായിരിക്കും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം, ഈ കേബിളുകളെ എന്തിന് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, ആഗോള IT ഭീമന്മാരായ ഗൂഗിൾ, അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ്, ആമസോൺ എന്നീ കമ്പനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട IT ഇൻഫ്രാസ്ട്രക്ചറുകളുമായി ഈ കേബിളിന് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ IT ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാൻ ഈ കേബിളുകൾ തകർക്കുന്നതിലൂടെ ഇറാന് സാധിക്കും. നേരത്തെയും ഇറാൻ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇത്തരം IT ഭീമൻ കമ്പനികളെ ആക്രമിക്കും. അവരുടെ കെട്ടിടങ്ങളും ഓഫീസുകളും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം ഞങ്ങളിതാ തകർക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരും മറ്റും ഈ കമ്പനികളുടെ കെട്ടിടത്തിൽ
നിയന്ത്രണത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നും ഈ കമ്പനികളുടെ ആസ്ഥാനങ്ങൾക്ക് സമീപം താമസിക്കുന്നത് ഒഴിവാക്കണമെന്നുമൊക്കെയുള്ള മുന്നറിയിപ്പ് നേരത്തെ IRGC നൽകിയിരുന്നു. എന്നാൽ മനുഷ്യ ജീവനുകൾ കൊഴിയാതെ തന്നെ ഇത്തരം കമ്പനികൾക്ക് വലിയ ആഘാതമേൽപ്പിക്കാൻ ഈ കേബിളുകൾ തകർക്കുന്നതിലൂടെ ഇറാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മാത്രമല്ല, ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ഈ മേഖലയിൽ വലിയ രീതിയിൽ കേബിളുകൾ സ്ഥാപിച്ചിട്ടുള്ള കമ്പനിയായ അൽക്കാട്ടൽ സബ്മറൈൻ കേബിളുകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ മെറ്റ കേബിളുകൾ ഇടുന്നത് പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നടപടികൾ പലരും സ്വീകരിച്ചു വരുന്നുണ്ട്. അതായത് IRGC ഇത്തരം കേബിളുകളെ ഉടൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് തന്നെയാണ് IT കമ്പനികൾ അടക്കം പോകുന്നത്. പക്ഷേ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യക്കായിരിക്കും ഇത് ഏറ്റവും അധികം ആഘാതം സൃഷ്ടിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ അമേരിക്കൻ കമ്പനികളെ ബാധിക്കും എന്നതല്ലാതെ ഒരു രാജ്യത്തെ പ്രധാനമായും ബാധിക്കുന്നത് ഇന്ത്യയാണ്. അമേരിക്കയ്ക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഇതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേബിളുകളെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോകാനാണ് ഇറാൻ ശ്രമിക്കുക എന്നതാണ് ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഈ കേബിളുകൾ തകർന്നാൽ പോലും ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് പൂർണ്ണമായും ഇൻ്റർനെറ്റ് നിലയ്ക്കുകയൊന്നുമില്ല. പക്ഷേ വേഗത കുറയും, ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ഏതാനും ചില മേഖലകളെ അത് ബാധിക്കും. അത് ഇതുവരെയും അങ്ങനെ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകാത്തത് കാരണം ഇതിൻ്റെ യഥാർത്ഥ ആഘാതം എന്ത് എന്ന് ഇതുവരെയും ആർക്കും അറിയില്ല എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം അത് പുതിയ ഒരു തലത്തിലേക്ക് കടക്കുന്നു. ഇറാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നു. പുതിയ യുദ്ധമുഖം തുറക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പാർലമെൻറ്റിലെ സ്പീക്കർ പറഞ്ഞതുമാണ്. അതായത് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയങ്ങളിൽ ഇതുവരെയും ഒരു സമവായം ഉണ്ടായില്ല എന്നുള്ളത് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ സമവായ ശ്രമങ്ങളൊന്നും തന്നെ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കേണ്ടിയിരുന്ന തിങ്കളാഴ്ച ആരും പാകിസ്ഥാനിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമേരിക്കൻ സംഘമോ ഇറാൻ്റെ സംഘമോ പാകിസ്ഥാനിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ചർച്ചയ്ക്ക് വരില്ല, ആദ്യം അമേരിക്ക ഉപരോധം പിൻവലിക്കട്ടെ എന്നാണ് ഇറാൻ്റെ നിലപാട്. ഒരു കാരണവശാലും ഞങ്ങൾ ഈ ഉപരോധം പിൻവലിക്കില്ല, ആദ്യം ഇറാൻ ചർച്ചയ്ക്ക് വന്ന് ഈ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കട്ടെ എന്ന് അമേരിക്കയും പറയുന്നു. അമേരിക്ക എന്തായാലും തൽക്കാലം വെടിനിർത്തൽ കാലാവധി നീട്ടിയിട്ടുണ്ടെങ്കിലും ഇറാൻ പ്രകോപനം തുടരുകയാണ്. വെടിനിർത്തൽ കാലാവധി നീട്ടിയ അമേരിക്കയുടെ നടപടിയെ ഇറാൻ പരിഹസിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്നില്ല, ഇനി ആക്രമിച്ചാൽ അമേരിക്ക വിവരമറിയും, പുതിയ യുദ്ധതന്ത്രങ്ങൾ തുറക്കും എന്നൊക്കെയാണ് ഇപ്പോഴും ഇറാൻ നടത്തുന്ന വെല്ലുവിളികൾ. ഈ സാഹചര്യത്തിൽ പ്രതിസന്ധികൾ കനക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും വീണ്ടും കനത്ത ആക്രമണം ഇറാൻ്റെ മേൽ നടത്തിയാൽ ഒരുപക്ഷെ ഈ കേബിളുകൾ മുറിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ, സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാൻ കണ്ടുവച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ IRGC ഇറാൻ ടെലിവിഷനിലൂടെ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ആശങ്കയിലാണ്. എന്തായാലും ബദൽ മാർഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്നാണ് ലഭിക്കുന്ന സൂചനയും.